അപ്പോൾ ഇങ്ങനെ മുഴുവൻ വോട്ടും BJP കോൺഗ്രസിന് കച്ചവടം നടത്തിയിരിക്കുകയാണ്. പണമാണോ പകരം ഡീലാണോ എന്നറിയില്ല. ഇവിടെ LDFും BJPയും തമ്മിൽ ഡീലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ട്. ഇവിടുത്തെ വോട്ടിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ BJPക്ക് വോട്ടില്ല. ഭീമൻ രഘു മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 13,000-ഓളം വോട്ടാണ് കിട്ടിയത്. BJP സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നേടി. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ച ജയിച്ച പാർലമെൻറ്റ് ഇലക്ഷനിൽ 18,000 വോട്ട് BJP നേടി. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ട് BJP നേടി. പക്ഷേ ഇവിടെ ഇപ്പോൾ നേടിയിരിക്കുന്നത് 7,000 വോട്ടേ ഉള്ളൂ. 7,030 വോട്ടേ ഉള്ളൂ. ബാക്കി ഇവിടെ പോയി. BJPയുടെ ബാക്കി വോട്ട് മുഴുവൻ UDFന് കൊടുത്തു. UDFന് കൊടുത്തുകൊണ്ടാണ് 7,000 വോട്ടിന് ജയിച്ചു എന്ന് പറയുന്നത്. കാരണം ഒരു 8,000-ലധികം, ഏറ്റവും കുറഞ്ഞത് 8,000-ലധികം വോട്ട് BJP കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. കാരണം കോൺഗ്രസ് പഞ്ചായത്ത് ഇലക്ഷനിൽ 3-ാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങളിൽ BJPയുടെ വോട്ടോടുകൂടി 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. പട്ടാഴി പഞ്ചായത്തിൽ തന്നെ. തലവൂർ പഞ്ചായത്തിൽ 2,500 വോട്ട് നേടി ദിൽജു എന്നൊരു സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നു. അദ്ദേഹം ജയിച്ചില്ല. എങ്കിൽ പോലും അവിടെ 30 വോട്ടാണ് ബാക്കി. 30 വോട്ട് എങ്ങോട്ട് പോയി? അപ്പം അതെ, BJP പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ ബാഹുലേൻ്റെ വാർഡിൽ, പഞ്ചായത്ത് സെക്രട്ടറി, അവിടെ പോലും വോട്ടില്ല. ഇതെല്ലാം കൊടുത്തിരിക്കുകയാണ്. കച്ചവടം, ഡീലാണ്. ചടയമംഗലത്തെ ഡീലാണ്. ചടയമംഗലത്ത് BJP വോട്ട് കോൺഗ്രസിന് കൊടുത്തു. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കൂ, കേരളത്തിൽ ജയിച്ച 3 BJP സീറ്റുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. അപ്പോൾ ഒരു 6 സ്ഥലത്തെങ്കിലും കോൺഗ്രസും BJPയും തമ്മിൽ ഡീൽ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ചാത്തന്നൂരിന് ബദലായിട്ടുള്ള ഒരു ഡീലായിരിക്കാം പത്തനാപുരത്ത് നടന്നതെന്ന് വളരെ വ്യക്തമാണ്. പത്തനാപുരത്ത് വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ വോട്ടൊക്കെ അവിടെ തന്നെ ഉണ്ട്. LDFന് കിട്ടിയ വോട്ടെല്ലാം അവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞാണോ കിട്ടിയതുകൊണ്ട്. പക്ഷേ BJP കിട്ടിയ വോട്ട് കോൺഗ്രസിന് പോയപ്പോൾ കോൺഗ്രസിന് ലാഭമായി. അങ്ങനെയാണല്ലോ കോൺഗ്രസ് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ BJPയുടെ വോട്ട് നേരെ ഡയറക്റ്റായിട്ട് കോൺഗ്രസിന് പോയിരിക്കുകയാണ്. ഈ പട്ടാഴി പഞ്ചായത്തിലെ പല വാർഡുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് പോയ സ്ഥലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് 1-ാമതെത്തിയും BJP 3-ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും. BJP 3-ാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറയുന്നത് വളരെ ദയനീയമായ വോട്ടിനാണ്. 240 വോട്ട് കിട്ടിയ സ്ഥലത്ത് 51 വോട്ടിലേക്ക് പോവുക ചേത്തടി വാർഡിൽ. അത് മേല പഞ്ചായത്തിലുണ്ട്, വെട്ടിക്കോല പഞ്ചായത്തിലുണ്ട്, പുറവന്തൂർ പഞ്ചായത്തിലുണ്ട്, വിളക്കുടി പഞ്ചായത്തിലുണ്ട്. എല്ലാ സ്ഥലത്തും മാത്രമല്ല ഇവിടെ ജയിച്ച UDF സ്ഥാനാർത്ഥിക്ക് കാര്യാർ അമ്പലത്തിനവിടെ BJPക്കാർ സ്വീകരണം കൊടുത്തു. ഇത് ആരുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്? UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ LDFും BJPയും തമ്മിലല്ല ഡീലുണ്ടായിരുന്നു. ഡീല് വളരെ വ്യക്തമാണ്. ഡീൽ ഇവിടെ കാണാം, വളരെ പ്രകടമായി കാണാം, പല സ്ഥലത്തും പരിശോധിക്കാം. പക്ഷേ പത്തനാപുരത്തെ സംബന്ധിച്ച് ഞാനൊരു സാമ്പിൾ എന്ന നിലയിൽ ചില വാർഡുകൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ.